ഇവർ നമ്മൾ കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇത്രയും മേളിൽ കൊണ്ടോ ഇത്രയും പാടുവിട്ട് വെച്ചേക്കുന്നത്. ആമത്തെ 3 വയറേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ആൾട്ടോയുടെ ഒരു കംപ്ലൈൻ്റ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇതുണ്ടോ, ഇത് നമ്മുടെ മീറ്റർ കൺസോളാണ്. നമ്മുടെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇൻഡിക്കേറ്റർ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ബൾബും തെളിഞ്ഞു കിടക്കും, പക്ഷേ ഫ്ലാഷ് ചെയ്യുന്നില്ല. അതാണ് കംപ്ലൈന്റ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി, ഹിന്ദി വീഡിയോ ഒക്കെ ഇഷ്ടമാതിരി കിടപ്പുണ്ട്, എന്നാലും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യം പറയാനുള്ള. ലാസ്റ്റ് ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ച് ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇതെന്താണ് കംപ്ലൈന്റ് എന്ന് ഞാൻ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതേമാതിരി തന്നെ ഇത് എന്ത് ചെയ്താലാണ് ഇത് മാറുന്നത്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിന് ഇൻഡിക്കേറ്ററിന്റെ റിലേ, അതായത് ഇതിന്റെ ഫ്ലാഷർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇതിന്റെ ഫ്ലാഷർ എവിടെയാണ് ഇരിക്കണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫ്ലാഷർ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോൾ ഉണ്ടല്ലോ, ഈ മീറ്റർ കൺസോളിന്റെ നേരെ അടിയിൽ ബോഡി ആയിട്ട് തന്നെയാണ് ഇത് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഏകദേശം ഈ ഒരു പോർഷന് നേരെ താഴെയായിട്ട് വരും. നമ്മൾ അടിയിൽ കമന്ന് കിടന്നിട്ട് നോക്കിയവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം എവിടെ ഇരിക്കണമെന്നും കൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് മാറി വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള റിലേ. ഇത് മാരുതിയുടെ ഷോറൂമിൽ തന്നെ ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഏതാണ്ട് 1500 രൂപയുടെ മേളിലാണ് ഇതിന്റെ വില പറഞ്ഞത്, ഈ ഒരു ഫ്ലാഷർ റിലേയുടെ. പക്ഷേ ഞാനിത് ഓപ്പൺ മാർക്കറ്റിൽ വെറും 100 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതാണ് ആ റിലേ. ഇതൊരു 3 ലെഗ് വന്ന റിലേ ആണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ റിലേ. അപ്പം ഈ സെയിം സാധനം തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് പറഞ്ഞ ഇരിപ്പുണ്ട്. അതാണ് കംപ്ലൈന്റ് ആയിപ്പോയത്. അത് ഊരി എടുത്തിട്ട് ഇത് ചുമ്മാ കയറി ഈ കോൺടാക്റ്റിലോട്ട് കയറി ക്ലിപ്പ് ചെയ്താൽ മതി. സിമ്പിൾ കേസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറി വയ്ക്കുന്നതും കൂടെ കാണും. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മീറ്റർ കൺസോൾ, അതേമാതിരി തന്നെ ഇവിടെ ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ മേളിലായിട്ട് ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ ബോഡിയിലാണ് ഇത് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ കൈ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഉണ്ടോ, ഈ ഒരു ലോക്ക് ഇതിലാണ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നത്. ഞാനവിടെ ഇപ്പോൾ ലോക്ക് അഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഫ്ലാഷർ റിലേ വന്നത്. ഇത് അത്യാവശ്യം വയറിനൊക്കെ ലെങ്ത് ഉണ്ട്. ഇത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി മൗണ്ട് ചെയ്യണമെന്നില്ല. നമുക്കാണെങ്കിൽ താഴെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് നമുക്ക് മാറാൻ എളുപ്പത്തിനായിട്ട്. ഇതുണ്ടോ, ഇപ്പം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഫ്ലാഷർ. ഇത് മാറിയിട്ട് നമുക്ക് പുതിയതിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ റിലേ. ഇത് 3 ലെഗിൻ്റെ റിലേ. ഇത് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ദൂരെ എടുക്കാം, ഇതിവിടെ വയ്ക്കുക. നമ്മൾ പുതിയത് വാങ്ങിയത്. ഇത് തിരിച്ച് ഇതേമാതിരി തന്നെ ഈ ലെഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കയറ്റി ഇട്ടാൽ മതി. സിമ്പിൾ കേസേ ഉള്ളൂ. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. തിരിച്ച് നമ്മൾ ഇത് അവിടെ തന്നെ കയറി ലോക്ക് ചെയ്യാനൊന്നും പോകണമെന്നില്ല കേട്ടോ. ഇത് ഇവിടെ എവിടെയെങ്കിലും കുറേ വയറുകൾ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വയർ പോയേക്കണതിൽ നമ്മൾ വയർ ടൈ ഇട്ട് ടൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഇവർ നമ്മൾ കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇത്രയും മേളിൽ കൊണ്ടോ ഇത്രയും പാടുവിട്ട് വെച്ചേക്കുന്നത്. ആമത്തെ 3 വയറേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. പക്ഷേ ഇവർ നമ്മൾ കണ്ടുപിടിക്കാണ്ടിരിക്കാനായിരിക്കണം ഇവർ ഇത്രയും മേളിൽ കൊണ്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിലേ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇത് ഓണാക്കി, നമ്മളാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇട്ടു. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ മിൻ്റ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇട്ടു. റൈറ്റ് സൈഡും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ താഴെ ഒരു റിലേ കോൺടാക്റ്റ് പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് നമ്മൾ ഇത് രണ്ടും ഓഫ് ചെയ്തു. ഇനി നമുക്ക് 4 ഇൻഡിക്കേറ്ററും കൂടെ ഇട്ട് നോക്കാം. 4 ഇൻഡിക്കേറ്റർ ഇട്ടു. മീറ്റർ കൺസോളിലെല്ലാം കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പം ഇൻഡിക്കേറ്ററുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സിമ്പിൾ കേസേ ഉള്ളൂ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ മലയാളത്തിൽ ഈ വീഡിയോ ആദ്യമായിട്ട് ഇടുന്നത് ഞാൻ തന്നെയായിരിക്കും. കാരണം ഞാൻ യൂട്യൂബിൽ അരിച്ചു പെറുക്കി തപ്പിയിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുകയും കൂടെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇതേമാതിരിയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.